പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും പിൻവാതിൽ കൂടെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പ് എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ ഹുങ്കും അധികാര ഗർവും ഒരാളുടെ കൂടി ജീവൻ എടുത്തിരിക്കുന്നു. സിസ്റ്റം ഒരു സാധാരണക്കാരനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കിഴിശ്ശേരി മുണ്ടംപറമ്പിലെ ഷൗക്കത്ത് അലിയുടെ മരണം. തൻ്റെ മരണത്തിന് ഉത്തരവാദി നിസ്സാര കാരണത്തിന് 10 മാസക്കാലം തൻ്റെ ഏക ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ കട്ടപ്പുറത്ത് കയറ്റിയ MVD ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കകം ജീവനൊടുക്കിയത്. സിസ്റ്റം തകരാറിലാണെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിൻ്റെ കാലത്താണ് അതേ സിസ്റ്റം തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ് ജീവനൊടുക്കിയിരിക്കുന്നത് ഒരു യുവാവാണ്. നാടെങ്ങും അഴിമതിയും കൈക്കൂലിയുമാണെന്ന് മുൻപ് പറഞ്ഞ അതേ സർക്കാരിൻ്റെ കാലത്താണ് കൈക്കൂലി നൽകിയില്ലെന്ന ഒറ്റ കാരണത്താൽ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് നിഷേധിച്ച് ഷൗക്കത്ത് അലിയുടെ ഏക ഉപജീവന മാർഗം കട്ടപ്പുറത്ത് കയറ്റിയത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. ഷൗക്കത്ത് ചെയ്ത കുറ്റം ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ വലിയ മഹാപാതകമായിരിക്കും. ആദ്യത്തേത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഏജന്റിനെ സമീപിക്കാതെ RTOയെ നേരിട്ട് സമീപിച്ചു. രണ്ടാമത്തേത് കൈക്കൂലി നൽകിയില്ല. എന്തൊരു മഹാപാതകമാണല്ലേ. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് കോട്ടപ്പറമ്പ് ഷൗക്കത്ത് അലിയെ വ്യാഴാഴ്ച രാവിലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനു മണിക്കൂറുകൾക്ക് മുൻപ് ഷൗക്കത്ത് അലിയുടെ ഫേസ്ബുക്ക് പേജിൽ തൻ്റെ മരണത്തിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ച് ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ കുറിപ്പിൻ്റെ തുടക്കം തന്നെ MVDയാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് എഴുതി വച്ചിരുന്നു. കൈക്കൂലി കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ തൻ്റെ ജീവിതം തന്നെ തകർത്തുവെന്ന് ഷൗക്കത്ത് അലി എഴുതി. 10 മാസക്കാലം ഏജന്റിൻ്റെയും MVDയുടെയും ഓഫീസുകൾ കയറിയിറങ്ങി. ഇനി മറ്റു മാർഗങ്ങളില്ല. EMI മുടങ്ങി, ക്രെഡിറ്റ് സ്കോർ ഇടിഞ്ഞു താഴ്ന്നു, ജീവിതം തന്നെ തകർന്നു വീണു. ഷൗക്കത്ത് അലിയുടെ വാക്കുകളാണ്. കേവലം 33 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ ജീവിതമാണ് നമ്മുടെ സിസ്റ്റം കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞത്. 33ാം പിറന്നാൾ പിന്നിട്ട് 5ാം ദിവസം അവൻ മരണത്തിൻ്റെ കരിമ്പടം പുതച്ചിരിക്കുന്നു. അടുത്ത ഇര നിങ്ങളാകാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഷൗക്കത്ത് അലി പറയുകയാണ്, നേടിത്തരേണ്ട സ്റ്റേറ്റ് തന്നെ തനിക്ക് നീതി നിഷേധിച്ചിരിക്കുന്നു. ഇനി എനിക്ക് നീതി വാങ്ങിത്തരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയാണ് ഷൗക്കത്ത് അലി മടങ്ങുന്നത്. ഒരുപക്ഷെ കോടതിയെയോ സർക്കാരിലെ ഉന്നതരെയോ സമീപിച്ചിരുന്നെങ്കിൽ ഷൗക്കത്ത് അലിയുടെ പ്രശ്നം എന്നോ പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷേ അതൊരിക്കലും ക്യാൻസർ ബാധിച്ച നമ്മുടെ സിസ്റ്റത്തിനുള്ള ചികിത്സയാവില്ലെന്ന് ഷൗക്കത്ത് അലി ഉറച്ചു വിശ്വസിച്ചു. സ്വന്തം കാര്യത്തിന് ആരുടെയും ഇടനില തേടാത്ത, കാൽ കീഴിലിരിക്കാൻ തയ്യാറാകാത്ത പ്രകൃതക്കാരനായ ഷൗക്കത്ത് അലിക്ക് അതിന് സാധിക്കില്ലായിരുന്നെന്ന് നാട്ടുകാരും തറപ്പിച്ചു പറയുന്നു. അത് ഇവന്റെ FB പോസ്റ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ സമാനമായ ഒട്ടനവധി ഓട്ടോകൾക്ക്, അതായത് ഏജന്റുമാർ മുഖേന അപ്ലൈ ചെയ്തിട്ടുള്ള ഒട്ടനവധി ഓട്ടോകൾക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുത്തതായിട്ട് അവൻ അതിന്റെ നമ്പർ ഉൾപ്പെടെ ഇതിൽ അവന്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പം ഉള്ളതന്നെ ഉള്ളൂ. ഇപ്പോഴും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും പിൻവാതിൽ കൂടെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പ് എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും വരരുതെന്ന് ആണ് അപ്പോൾ പറഞ്ഞത്. അവൻ പോസ്റ്റിൽ ഏരിയയാണ്. വാഹനത്തിൽ ഫിറ്റ് ചെയ്ത 2 സ്റ്റീൽ വർക്കുകളാണ് ഫിറ്റ്നസ് നിഷേധിക്കാൻ പറഞ്ഞ കാരണമായി MVD ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ച മോഡിഫിക്കേഷൻ. പക്ഷേ ഈ സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധമല്ലെന്ന് സർട്ടിഫൈ ചെയ്തതും ഇതേ MVD തന്നെയാണ്. പക്ഷേ നീതിയുക്തമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ഇതെല്ലാം അവർ തിരുത്തുമെന്ന് ഷൗക്കത്ത് അലി എഴുതുന്നുണ്ട്. അഴിമതിക്കാരനായ ആ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി പറയുന്നുണ്ട് ഷൗക്കത്ത് അലി. MVD അഥവാ RT ഓഫീസ് എന്നത് എക്കാലവും അഴിമതിയുടെ കൂത്തരങ്ങാണ്. അത് ഏതു സർക്കാർ ഭരിച്ചാലും അങ്ങനെ തന്നെ. എന്താണ് ഈ അഴിമതിക്കു കാരണം? ഏജന്റ് സംവിധാനമാണ് MVDയെ തകർക്കുന്ന അഴിമതിയുടെ കാരണമെന്ന് ഷൗക്കത്ത് അലി പറയുന്നു. പടർന്നു പിടിച്ച ഈ ക്യാൻസർ ഭാഗം മുറിച്ചു മാറ്റിയാൽ തന്നെ 80% അഴിമതിയും MVDക്കുള്ളിലേത് അവസാനിക്കുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പറഞ്ഞു വെക്കുകയാണ് ആ യുവാവ്. മാതാപിതാക്കളോ ഭാര്യയോ കുട്ടികളോ ഇല്ല ഷൗക്കത്ത് അലിക്ക്.
ഒരു വീടുപണി ആരംഭിച്ചത് പകുതിയായി കിടക്കുകയാണ്. ഓട്ടോ ഓടിയായിരുന്നു ഉപജീവന മാർഗം. അതാണ് നിസ്സാരമായ ഒരു സ്റ്റീൽ കമ്പി പിടിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥൻ കട്ടപ്പുറത്ത് കയറ്റിയത്. എല്ലാം അഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥൻ കടുംപിടുത്തം പിടിച്ചു. 10 മാസം ഓഫീസുകൾ കയറ്റിയിറക്കി. ഒടുക്കം സ്വന്തം ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടി എന്ന് തിരിച്ചറിഞ്ഞ ഷൗക്കത്ത് അലി ആരുടെയും ഔദാര്യത്തിനു കാത്തു നിൽക്കാതെ സ്വന്തം വഴി തെരഞ്ഞെടുത്തു. അവസാനത്തെ വഴി. ഷൗക്കത്ത് അലിയുടെ സമൂഹമാധ്യമക്കുറിപ്പ് അവസാനിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള BR അംബേദ്കറുടെ വാഗ്ധോരണികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിങ്ങനെയാണ്: ഡെമോക്രസി ഈസ് നോട്ട് merely എ ഫോം ഓഫ് ഗവൺമെന്റ്, ഇറ്റ് ഈസ് പ്രൈമറിലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിംഗ് ഓഫ് കോൺജോയിന്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ്. ജയ് ഭീം. തൻ്റെ ജനന തീയതിയും മരണത്തീയതിയും കൂടി കുറിച്ചാണ് ഷൗക്കത്ത് അലി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഷൗക്കത്ത് അലിയുടെ ജീവനെടുത്തത് പുഴുക്കുത്ത് നിറഞ്ഞ നമ്മുടെ സിസ്റ്റമാണ്. ഓരോ ചുവപ്പ് നാടയിലും കുരുങ്ങിക്കിടക്കുന്നത് ഓരോ ജീവിതമാണെന്ന് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്നായിരിക്കും ഇനി മനസ്സിലാക്കുക. 10 വർഷം മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞു, ഓരോ ചുവപ്പ് നാടയും ഓരോ ജീവിതങ്ങളാണ്. 10 വർഷം പിന്നിട്ടിട്ടും ചുവപ്പ് നാടയിൽ നിന്ന് ഇന്നും സാധാരണക്കാരൻ്റെ ജീവിതത്തിന് മോചനമായിട്ടില്ല. കൈമടക്കാൻ കഴിവുള്ളവന് നീതിയുണ്ട്. അല്ലാത്തവർ ദാ ഇതുപോലെ സ്വന്തം വഴി സ്വയം തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും.